ഗരുഡൻ നേരിട്ട് വന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം. ഗരുഡൻ ചിറകടിച്ചുയർന്ന ആ നിമിഷം ഭക്തജനങ്ങൾ അത്ഭുതത്തോടെ നിശ്ചലമായി. ചെമ്മനാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവേളയിൽ നടന്ന ആ അത്ഭുതം എന്തായിരുന്നു? ആ അത്ഭുതം പണ്ട് വൈഷ്ണവ ഭക്തി നിറഞ്ഞ മനോഹരമായ ഒരു നാടായിരുന്നു ചെമ്മനാട്. അവിടുത്തെ ജനങ്ങളുടെ ഓരോ ശ്വാസത്തിലും മഹാവിഷ്ണുവിനോടുള്ള അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഭഗവാന്റെ രൂപങ്ങളിൽ മോഹിനി ഭാവത്തോടായിരുന്നു അവർക്ക് പ്രത്യേകമായ ഒരു അടുപ്പവും ഭക്തിയും. അങ്ങനെ ഒരിക്കൽ നാടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനായി ശംഖുചക്ര ഗദ പത്മങ്ങൾ ധരിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ വലിയൊരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കണമെന്ന് വൈഷ്ണവ ഭക്തജനങ്ങളായ നാട്ടുകാർ ചേർന്ന് തീരുമാനിച്ചു. അതിനായി അവർ അതിമനോഹരമായ ഒരു ക്ഷേത്രം പണിതുയർത്തി. അത് വെറും ഒരു ശ്രീകോവിൽ ആയിരുന്നില്ല, മറിച്ച് മനോഹരമായ ഒരു ശില്പകാവ്യം തന്നെയായിരുന്നു. ഓരോ മരത്തൂണിലും കഴുക്കോലിലും ഭഗവാന്റെ ദശാവതാരങ്ങളും ഗരുഡൻ സ്വാമിയെയും ദേവതകളെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ കൊത്തിവെച്ചു. ശില്പികളുടെ കരവിരുതിൽ വിരിഞ്ഞ ആ രൂപങ്ങൾ കണ്ടാൽ മരത്തിൽ ജീവൻ തുടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഭഗവാൻ തന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി അവിടെ കുടികൊള്ളാൻ പോകുന്നു എന്ന സന്തോഷത്തിലായിരുന്നു ചെമ്മനാട്ടുകാർ. ക്ഷേത്രത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞ് പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് ആ വിസ്മയകരമായ സംഭവം ഉണ്ടായത്. പ്രതിഷ്ഠാ ദിവസം പുലർച്ചെ തന്ത്രി കുളത്തിൽ സ്നാനം ചെയ്യാനായി ഇറങ്ങിയപ്പോൾ കുളത്തിലെ ജലത്തിൽ നിന്ന് ഒരു മരപ്പെട്ടി പൊങ്ങി വന്നു. കൗതുകത്തോടെ അദ്ദേഹം ആ പെട്ടി കരക്കെടുത്തു. മെല്ലെ അത് തുറന്നു നോക്കിയ തന്ത്രി അത്ഭുതം കൊണ്ട് നിശബ്ദനായിപ്പോയി. അഞ്ജനക്കല്ലിൽ കൊത്തിയെടുത്ത തേജസ് തുളമ്പുന്ന 3 വൈഷ്ണവ വിഗ്രഹങ്ങൾ ആ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങൾ എവിടെ നിന്ന് വന്നു എന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. ഉടൻ തന്നെ പ്രശ്നം വെച്ച് നോക്കി. ആ 3 വിഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ ശ്രീകൃഷ്ണ വിഗ്രഹം വേണം പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കാൻ എന്നതിൽ തെളിഞ്ഞു. ബാക്കി 2 വിഗ്രഹങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കാനും തീരുമാനിച്ചു. എല്ലാം നിശ്ചയിച്ചെങ്കിലും പ്രതിഷ്ഠ നടത്തേണ്ട കൃത്യമായ മുഹൂർത്തം, അതായത് സമയം എങ്ങനെ അറിയും എന്നതായിരുന്നു എല്ലാവരെയും കുഴപ്പിച്ചിരുന്നത്. പരിഭ്രമിച്ചു നിന്ന അവർക്ക് മുന്നിൽ പെട്ടെന്നൊരു അശരീരി മുഴങ്ങി. ചെമ്മനാട് നിവാസികളെ ശരിയായ പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് പക്ഷിരാജന്റെ ആഗമനമുണ്ടാകും, അതാണ് നിങ്ങൾക്കുള്ള അടയാളം. ആ വാക്കുകൾ കേട്ടതോടെ നാട്ടുകാരുടെ മനസ്സിൽ ഭക്തിയും ആത്മവിശ്വാസവും നിറഞ്ഞു. അതോടെ നാട്ടുകാരും തന്ത്രിയും ഭക്തിപൂർവ്വം വിഗ്രഹവുമായി കാത്തിരിപ്പ് തുടങ്ങി. സമയം ഓരോ നിമിഷവും കടന്നുപോയിട്ടും പക്ഷിരാജനെ മാത്രം കാണാനില്ല. സമയം വൈകുന്നത് കണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ചെറിയൊരു നിരാശ പടർന്നു. ഒടുവിൽ തന്ത്രി ശ്രീകൃഷ്ണ പ്രതിഷ്ഠ കഴിഞ്ഞ് ശ്രീകോവിലിന്റെ പുറത്തേക്ക് ഇറങ്ങിയതും ഘോരമായ ചിറകടി ശബ്ദമുഴക്കത്തോടെ ഒരു വലിയ ശ്രീകൃഷ്ണ പരുന്ത് പുതിയ ശ്രീകോവിലിന്റെ കന്നിമൂലയിൽ ഗരുഡ ശില്പം ആലേഖനം ചെയ്ത 28ാമത്തെ കഴുക്കോലിൽ യഥാർത്ഥ പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു. തൽക്ഷണത്തിൽ തന്നെ തന്ത്രി അത് ഗരുഡദേവനാണെന്ന് മനസ്സിലാക്കുകയും കയ്യിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നേതിച്ച് ബാക്കിയുണ്ടായിരുന്ന ഒരു പിടി പടച്ചോറും ഗരുഡന് നിവേദിച്ചും ഒരു നാളികേരം കൊണ്ട് അഭിഷേകം ചെയ്തും ഗരുഡ ഭഗവാനെ ആ കഴുക്കോലിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചോറ്റാനിക്കര അമ്മയുടെ സഹോദരനായി ചെമ്മനാട്ടപ്പൻ അറിയപ്പെടുന്നു. കൂടാതെ ഈ ക്ഷേത്രം ഗരുഡൻ സ്വയം വന്നിരുന്ന ശേഷം പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. എറണാകുളം ജില്ലയിൽ പ്രസിദ്ധമായ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായി ഏകദേശം 4 കിലോമീറ്റർ മാറി തിരുവാണിയൂർ പഞ്ചായത്തിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇന്നും ചെമ്മനാട് ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാനോടും ശ്രീകൃഷ്ണ ഭഗവാനോടുമൊപ്പം ഗരുഡ ഭഗവാനും ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് കുടികൊള്ളുന്നു. ചെമ്മനാട്ടപ്പന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ നാരായണായ. ഓം പക്ഷിരാജായ നമഃ.